കൊല്ലാൻ വേണ്ടി ഇല്ലെന്ന് ചൂടേണ്ട കാര്യമില്ല. മുനമ്പത്തെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് വഖഫ് നിയമം കൊണ്ടുവന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എടുത്തു മാറ്റുകയല്ല ചെയ്യേണ്ടത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന കൊടുക്കുന്ന അവകാശങ്ങൾ എടുത്തു മാറ്റാൻ മുനമ്പത്തെ പ്രശ്നം തീർക്കുന്ന പേര് പറഞ്ഞ് ചെയ്യുകയല്ല വേണ്ടത്. മുനമ്പത്തെ പ്രശ്നം തീർക്കാൻ എത്ര എളുപ്പത്തിലുള്ള മാർഗങ്ങളുണ്ട്. അത് കേരള സർക്കാരും കൂടെ ആത്മാർത്ഥമായി വിചാരിച്ചാൽ പോരായിരുന്നോ? ഇവിടുത്തെ വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ പോരെ, ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ പോരെ, ബോർഡല്ല ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ പോരെ. ട്രൈബ്യൂണലിന് മുമ്പിൽ വളരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ദ്രുതഗതിയിൽ ആ ട്രൈബ്യൂണലിലെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമായിരുന്നു. വിധി വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ പോയിട്ട് ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്ത് ഇപ്പം ആ കാര്യത്തിൽ തീരുമാനമെടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. വഖഫ് ബോർഡ് തന്നെയാണ് ഹർജി കൊടുത്തത്. അതാ പറഞ്ഞത്. അവിടെ രമ്യമായി അവരുടെ പ്രശ്നം, മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള എളുപ്പമാർഗം ഉണ്ടായിരിക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് അത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തത് എന്നുള്ളത്, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ല ഉദ്ദേശത്തോട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രശ്നം അവിടെ തീർക്കേണ്ട പ്രശ്നത്തെ ദില്ലിയിൽ കൊണ്ടുവന്ന് നിയമമുണ്ടാക്കിയിട്ട് ഞങ്ങളിതൊക്കെ തീർക്കാൻ പോവാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. എന്നിട്ടോ ഇവിടുത്തെ നാട്ടിലെ മുഴുവൻ ക്രൈസ്തവ സഹോദരന്മാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് മുനമ്പത്തെ ഭൂമി കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുന്നത് ഇതിനെതിരായിട്ടാണ്. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പിറ്റേ ദിവസം തന്നെ ഓർഗനൈസറിൽ വന്നപ്പോൾ മനസ്സിലായില്ലേ? വഖഫ് ബില്ല് പാസ്സായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഓർഗനൈസറിൽ പറയുന്നത് എന്താണ്? 2021 ആർട്ടിക്കിൾ ആവർത്തിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ക്രൈസ്തവർക്കാണെന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നായി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഇവിടെ അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വോട്ട് നേടാനല്ല അവർക്കാവുന്നത്. അവർക്ക് ആകുന്നത് കയ്യിലിരിപ്പ്, ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിഭജനം നടത്തിയിട്ട് വർഗീയ വികാരം ആളിക്കത്തിച്ച് വോട്ട് നേടുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു അവർക്ക് ഈ വഖഫ് ബില്ല്. അല്ലാതെ ഒരു പ്രശ്നത്തോടും ആത്മാർത്ഥം ഉണ്ടായിട്ട് ചെയ്തതല്ല. ഈ സഭാ നേതൃത്വം തെറ്റിദ്ധരിക്കപ്പെട്ടു, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അവർ പിന്നീട് തിരുത്തി? അല്ല, അങ്ങനെ അവർ സ്വാഭാവികമായിട്ടും സഭയുടെ മുമ്പിൽ ഒരു ആശങ്ക വന്നപ്പോൾ ആ ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ആ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പം അവരെ പോലും കബളിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ. അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് അവരെ പോലും കബളിപ്പിച്ചു, ഒരു സമൂഹത്തെ മുഴുവൻ കബളിപ്പിച്ചു കേന്ദ്ര സർക്കാർ. അവർ ഈ ബില്ല് പാസ്സാക്കാൻ അതിലൂടെ ക്രൈസ്തവ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ വേണ്ടി ഈ ബില്ലിനെ ഉപയോഗിച്ചു. അത് കബളിപ്പിക്കലിലൂടെ നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ. അല്ല, ഞങ്ങൾ അക്കാര്യത്തിൽ സഭാ നേതൃത്വവുമായിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനകത്തൊന്നും വിഷയമില്ല. അവർക്ക് അങ്ങനെ കോൺഗ്രസിനെ കുറിച്ച് ഗുരുതരമായ ആശങ്കകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. കോൺഗ്രസ് പോലെയുള്ളൊരു പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് ഇന്ന് മുസ്ലിമിനെതിരെ നാളെ ക്രൈസ്തവർക്കെതിരെ വന്നാലും, കർണാടകത്തിൽ ക്രൈസ്തവർക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ നിലപാടെടുത്തു. അവിടെ അത് തന്നെയായിരുന്നു. ഇന്നിപ്പം നിങ്ങൾ കണ്ടോ? ഇന്ന് കണ്ടില്ലേ വാർത്ത? ഇന്ന് VHPക്ക് ഏറ്റവും നല്ല ദിവസമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകികളെ അവരെ ജയിലിൽ നിന്നും തുറന്നു വിടുന്ന ദിവസമാണ്. ഒഡീസ ഗവൺമെൻറ് അവർക്ക് മാപ്പ് കൊടുത്ത് തുറന്നു വിടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ് VHP പറയുന്നത്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും കുട്ടികളുടെയും കൊലപാതകം കത്തിച്ച് കൊന്ന സംഭവം നമുക്കിപ്പോൾ മറക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാകുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവർക്കെതിരായി ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണം വന്നാലും, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം വന്നാലും, സിഖ് സഹോദരന്മാർക്കെതിരെ വന്നാലും, എന്തിന് ദളിത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം വന്നാലും ഞങ്ങളുടെ നിലപാട് ഒറ്റ നിലപാടാണ്. അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതിന് ഇത് കൊടുത്തിട്ടുള്ളൂ. അതവർക്ക് മനസ്സിലാവുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് അദ്ദേഹം നിയമപരമായി നേരിടും. അദ്ദേഹത്തിൻ്റെ നിയമപരമായി നേരിടാനുള്ള കഴിവ് അദ്ദേഹത്തിന്. ഇദ്ദേഹത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ചെയ്തത് തീർത്തും രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ നയമാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അത് മെറിറ്റ് നോക്കാം. കോടതി ഞങ്ങൾ നിയമപരമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ED ചെയ്താലും 5 ദിവസം രാഹുൽ ഗാന്ധി പോയിരുന്നു, കണ്ടിട്ടില്ലേ? 5 ദിവസമാണ് രാഹുൽ ഗാന്ധിയെ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ ചോദ്യം ചെയ്തത്. 3 ദിവസം മാഡം സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തു. ഞങ്ങൾ EDയെ വെല്ലുവിളിക്കാനല്ല പോയി. ഞങ്ങൾ പ്രതിഷേധം നടത്തി, പരാമർശം നടത്തി, നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിടും. ഇവിടെയും നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിട്ടെ. അന്യായമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ
ഇ ഡിക്കെതിരെ ഞങ്ങൾ അവിടെയും നിലപാടെടുക്കും. പക്ഷേ ഒരു കാര്യത്തിൽ അന്യായം കാണിക്കുന്നില്ല പറഞ്ഞ് മറ്റേ കാര്യത്തിലും അന്യായമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ മെറിറ്റ് വരട്ടെ, മെറിറ്റ് ആവട്ടെ. ശരി, താങ്ക് യു.